ഷംഷാദ് മരക്കാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. പ്രദേശത്തെ കൺട്രോൾ റൂം എത്രത്തോളം പ്രാവർത്തികമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? മാത്രമല്ല, അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഒരു ഘട്ടം വരെയും കൊടുത്തിരുന്നില്ല എന്നാണ് പറയുന്നത്. യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു. ഇത്തരത്തിൽ പുഴ കരകവിഞ്ഞൊഴുകി ശക്തമായി മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്യും എന്നറിഞ്ഞിരുന്നുവെങ്കിൽ പണിക്കായി ഈ പുഴ കടന്നു പോകില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും നമുക്ക് യെല്ലോ അലർട്ട് ആയിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മഴയുണ്ട്. എന്നാൽ ചില മേഖലകളിൽ മഴ തീരെ ഇല്ലാത്ത പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. മുണ്ടക്കൈയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി മുതൽ നല്ല മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അപ്പൊ രാവിലെ തന്നെ ഈ ഒരു പുഴയുടെ ഒരു സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. ഇവിടെ നമുക്ക് കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ആ കൺട്രോൾ റൂം കൃത്യമായി ഇടപെട്ടിരുന്നു എങ്കിൽ ഈ രാവിലെ തന്നെ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുത്ത് ആരെയും അപ്പുറത്തേക്ക് ഭാഗത്തേക്ക് പോകണ്ട എന്നുള്ളൊരു നിർദ്ദേശം നൽകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരപ്പുറത്തേക്ക് കടന്നതിന് ശേഷമാണ് ഈ സിറ്റുവേഷൻ വളരെ മോശമാവുകയും പിന്നെ നമുക്ക് ആ റോഡിലൂടെ വെള്ളം ഒഴുകി. എന്നാലും ഇവിടുത്തെ ജീപ്പിന്റെ ആളുകളൊക്കെ ഓഫ് റോഡ് അറിയുന്ന ആളുകളായതുകൊണ്ടാണ് അവര് തൊഴിലാളികളേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയത്. അത് കുറച്ചുകൂടി നേരം കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ വീണ്ടും വേസ്റ്റ് ആവും. കാരണം തൊഴിലാളികൾ ഒരു ഭാഗത്ത് നിൽക്കേണ്ട സാഹചര്യം വന്നേ. അപ്പൊ കുറച്ചുകൂടിയൊക്കെ റവന്യൂവിന്റെ കീഴിലാണ് കൺട്രോൾ റൂം ഉള്ളത്. അവരോട് ഒരു ശ്രദ്ധ. അപ്പൊ അവർ പറയുന്നത് രാത്രിയിൽ ചെറിയ മഴയായിരുന്നു, രാവിലെയാണ് മഴ കൂടിയെന്നൊക്കെ ഓരോ വാദങ്ങളാണ്. ആ വാദങ്ങളല്ലായിരുന്നു. നമുക്കത് കൃത്യമായി അത് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് തൊഴിലാളികൾ തൊഴിലിന് പോകണ്ട എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു പാനിക്കായ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. ഇപ്പൊ മഴ കുറഞ്ഞു, ആളുകൾ പുഴയുടെ കരകവിഞ്ഞൊഴുകുന്ന ഒരു രീതി മാറി, ഒരു സമാധാന അന്തരീക്ഷം നിലവിൽ ചൂരൽമലയിലുണ്ട്. ആളുകൾക്ക് മറ്റു പല കാര്യങ്ങളിലുള്ള പ്രയാസങ്ങളും പ്രതിഷേധങ്ങളും ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. അത് സർക്കാർ തലത്തിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളാണ്. അത് തീരുമാനം എടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആവശ്യം. ഈ ദുരന്തബാധിത മേഖലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പ്രദേശത്ത് താമസിക്കുന്നവരാണ് ഈ പ്രദേശവാസികളൊക്കെ. ഒരു കല്ലിട്ട് തിരിച്ച് ഇരുപുറവും ബാധിത പ്രദേശമെന്നും അല്ല എന്നും തീരുമാനിക്കുമ്പോൾ ദുരന്തം ഇവരിലേക്ക് കൂടി വരുമോ എന്നൊരു ആശങ്ക ഇവർക്കുണ്ട്. പക്ഷേ നേരത്തെ നമ്മളോട് സംസാരിച്ച ഒരു ഭൗമശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു ദുരന്തം ഇവർക്ക് ബാധിക്കില്ല. പുഴ കരകവിഞ്ഞൊഴുകിയാലും അവരാ നേരത്തെ കൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഭാഗത്തേക്ക് അത് എത്തില്ല എന്ന് ഉറപ്പുണ്ട് ഈ ഒരു മഴയിൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഉറപ്പിൽ എന്ത് ആശ്വാസത്തിൽ ആണ് ഇവർ മുന്നോട്ട് പോകേണ്ടത്? ഈ ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്തത്തിന്റെ മാനദണ്ഡം ദുരന്തമാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം ഈ മത്തായി കമ്മിറ്റി റിപ്പോർട്ട് വരികയും ചില മേഖലകൾ ദുരന്തബാധിത മേഖലകളും ചില മേഖലകൾ ഈ ലോഗോസ് ഏരിയയൊക്കെ ഇതിനെ ഡിവൈഡ് ചെയ്യും. അതിനകത്ത് പല ആളുകൾ പെട്ടുപോയി. ഇപ്പൊ ചില ദുരന്ത നിവാരണ വിദഗ്ധരായ ആളുകൾ പറഞ്ഞ് ഇവർക്കിത് ബാധിക്കില്ല. ഇന്ന് പുഴ ഒരു വശത്തേക്ക് അട്ടമല റോഡിന്റെ പ്രദേശത്തേക്കാണ് ഒഴുകിയത്. അത് തിരിച്ച് സ്കൂൾ റോഡിലേക്കായിരുന്നു ഒഴുകിയത് എങ്കിൽ 27ഓളം കുടുംബങ്ങൾ പടവട്ടിക്കുന്നിൽ താമസയോഗ്യമായ സ്ഥലമാണ് എന്ന് ജോൺ മത്തായി റിപ്പോർട്ട് പ്രകാരം ഉൾപ്പെട്ട സ്ഥലമാണ്. അവർ താമസിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ സർക്കാരിന്റെ ഗുണഭോക്തൃ ലിസ്റ്റിൽ വന്നില്ല. ഈ പുഴ തിരിഞ്ഞായിരുന്നു ഒഴുകിയതെങ്കിൽ അവിടെ ഒരു കാരണവശാലും നമുക്ക് എത്താൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ടിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇവര് പ്രിയമായി പറയുന്നുണ്ടാവും. പക്ഷെ അപ്പുറത്ത് ഉള്ള ആളുകൾ ഇന്ന് അവിടെ താമസക്കാരില്ല. അവർ വാടക വീട്ടിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ആ റൂട്ടിലായിരുന്നു വെള്ളം കയറിയത്. ഇപ്രാവശ്യം ഇവിടെയാണ്. പിന്നെ ഈ ദുരന്ത മേഖലയിലേക്ക് എവിടെയും എത്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. അതിൽ 27 പേര് താമസിക്കേണ്ടത് പടവട്ടിക്കുന്നിലാണ്. അവിടെ ഈ പ്രശ്നമുള്ള സ്ഥലമാണ്. അതിനോടൊപ്പം തന്നെ റാട്ടപ്പാടി എന്ന് പറയുന്നത് ഈ വെയിലിപ്പാലത്തിന്റെ അപ്പുറമാണ്. അതിന്റെ തൊട്ടടുത്തു കൂടിയാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുഴ കരകവിഞ്ഞൊഴുകി നമ്മൾ ജീപ്പ് വെച്ചിട്ടാണ് തൊഴിലാളികളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. ആ മഴ തുടർന്നിരുന്നെങ്കിൽ റാട്ടപ്പാടിയിൽ താമസക്കാരുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് റാട്ടപ്പാടിക്കാരെയും പടവട്ടിക്കുന്നുകാരെയും ഒക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ വാദിച്ചുകൊണ്ടിരുന്നത്. അത് ശാസ്ത്രീയവും ഇതിന്റെ തെളിവും ജോൺ മത്തായിയുടെ 50 മീറ്റർ പരിധിയൊക്കെ വെച്ചുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇപ്പോഴും സർക്കാരിന്റെ കയ്യിൽ ആ പ്രപ്പോസൽ കിടപ്പുണ്ട്. ആ ആളുകളെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവരെ ഉൾപ്പെടുത്തിയാൽ ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പറ്റും. 2 ഇവരുടെ 9,000 രൂപ വെച്ച് സർക്കാർ കൊടുക്കുന്നതാണ്. ഈ 3 വാർഡിനെ ദുരന്ത ബാധിത വാർഡുകളായി പ്രഖ്യാപിച്ച സർക്കാരും തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച സെൻട്രൽ സർക്കാരുമാണ്. അതിനുശേഷം എല്ലാവർക്കും പണം കിട്ടി. വളരെ പെട്ടെന്ന് അതിൻ്റെ അകത്തൊരു ഫിൽട്രേഷൻ നടന്നു. ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ആ ഒഴിവാക്കപ്പെട്ട ആളുകൾക്ക് തൊഴിലുണ്ട് എന്നുള്ളതാണ് റവന്യൂവിന്റെ ചില ഉദ്യോഗസ്ഥർ, എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ പറയുന്നതിന് ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയിരിക്കുന്നു. അന്നും നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ കണ്ടെത്തിയവരെ ഒഴിവാക്കരുത്. ഇവർക്ക് ഈ 9,000 രൂപ കൊടുക്കണം. കൊടുത്തതിന് ശേഷം അവരെ കൂടി കേട്ട് അവരുടെ തൊഴിൽ എന്താ എന്ന് ഫീൽഡ് തല പരിശോധന നടത്തി തൊഴിലുണ്ട് അല്ല നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ കണ്ടതിന്റെ അടിസ്ഥാനത്തിലോ അവരെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ ജീപ്പുള്ള ആളുകളുണ്ട്. അപ്പൊ ജീപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ ലിസ്റ്റിൽ നിന്ന് 9,000 ഒഴിവായി പോകേണ്ട അയാൾക്ക് വരുമാനം ഉണ്ടോ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. അത് നോക്കിയില്ല. അതിന്റെ പ്രതിഷേധമാണ് ഇപ്പൊ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, വളരെ നന്ദി സംഷാദ് മരക്കാർ.
അഭിപ്രായം പങ്കുവച്ചതിന് ഈ ഘട്ടത്തിൽ. ആ ദൃശ്യങ്ങൾ വളരെ ഭീതി ഉണ്ടാക്കുന്നതാണ്. പുന്നപ്പുഴ കുത്തി ഒലിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രദേശത്ത് അത്തരത്തിലൊരു വ്യത്യാസം റവന്യൂ ഉദ്യോഗസ്ഥരിൽ ചിലർ അത്തരത്തിലൊരു വ്യത്യാസം കാണുന്നു എന്നത് ചിലർക്കെങ്കിലും സഹായങ്ങൾ ലഭ്യമാകുന്നതിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്നാണ് ഷംസാദ് മരക്കാർ പറഞ്ഞത്. പ്രദേശവാസികളിൽ ഉണ്ടായിട്ടുള്ള ശക്തമായ പ്രതിഷേധവും ഇത്തരം ഒരു വേർതിരിവിനെയും അല്ലെങ്കിൽ മാറ്റി നിർത്തലിനെയും തുടർന്നുണ്ടായതാണ് എന്ന് വിലയിരുത്തുന്നു.